ലവ്ലി പീപ്പിൾ, ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ സ്റ്റോറീസിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫുഡ് ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണം. പക്ഷേ ഈ ട്രഡീഷണൽ ഡിഷിനോട് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. അതെന്താന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ഇതിന്റെ ബേസ് സോസ് ആണ് ഉണ്ടാക്കുന്നത്. കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു അത് മയണൈസ് ആണോ എന്ന്. ഇത്രയും മയണൈസ് ഒരു ഡിഷിൽ തന്നെ ഞാൻ വയറ്റിലാക്കിയാലേ ഞാൻ ബാക്കി ഉണ്ടാവോ എന്നുള്ളവർക്കറിയാം. സോ ഡെഫിനറ്റ്ലി നോട്ട് മയോ. ഇതൊരു ഹെൽത്തി ഡിഷാണ്. അപ്പോൾ ഗ്രീസിംഗ് ഏജന്റ് ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ബട്ടർ ആണെങ്കിൽ നിങ്ങളുടെ കലോറി ഇൻടേക്കിനനുസരിച്ച് ആഡ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി എ പെർഫെക്റ്റ് മീൽ ഫോർ യു. ഇതിന്റെ പേര് കേട്ടിട്ട് ആ രാജ്യത്ത് പോയി നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം ഇത് മെയിൻലി ഒരു റെസ്റ്റോറന്റ് ഡിഷ് അല്ല. അവിടുത്തെ ലോക്കൽസ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അവിടുത്തെ നാട്ടുകാർ ഇതിനെ വിളിക്കുന്നത് ചിൽബിർ എന്നാണ്, ഓർ ആസ് വി കോൾ ഇറ്റ് ടർക്കിഷ് എഗ്സ്. ഞാൻ റീസെന്റ് ടർക്കി പോയപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൽ ഇത് അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. അപ്പോഴാണ് ഇത് വീടുകളിൽ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലായത്. ഇപ്പൊ നമ്മളെ മലപ്പുറത്ത് മുരിങ്ങന്റെ താളിപ്പ് നമ്മൾ ഹോട്ടലിൽ കൊടുക്കൂലല്ലോ, അതേപോലെ തന്നെ. ഇനി ഞാൻ ചെയ്ത തെറ്റ്, ഇതിന് പോച്ച്ഡ് എഗ് ആണ് വേണ്ടത്. ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ. ബിക്കോസ് മിസ്റ്റർ ബ്രഹ്മദത്തൻ എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ പോച്ച്ഡ് എഗിന് പകരം സൂര്യന്റെ മോന്ത മേപ്പോട്ടാക്കി മാറ്റി. ഐ മീൻ സണ്ണി സൈഡ് അപ്പ്. അതന്നെ എങ്ങനെ എത്തിച്ച പാടെ എനിക്കറിയുള്ളൂ. അങ്ങനെ ഒറിജിനൽ ചുൽബിറായില്ലെങ്കിലും അമ്പട കേമ സണ്ണി കുട്ടനായി. ഇനി യു നോ മോർ നീഡ് മയോ. ഇതിന്റെ ബേസ് സോസ് ആയിട്ടുള്ള ഗാർലിക് യോഗർട്ട് ആണ് ഞാൻ മയോക്ക് പകരം ഇപ്പൊ യൂസ് ചെയ്യണേ.